ആ സമയത്ത് ഇത് പറഞ്ഞത് വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് 70-ലൊക്കെ ആയപ്പോഴത്തെ കഥ. പിന്നെയാണ് നമ്മുടെ ഒരു ഹാപ്പിനെസ്, ബ്ലിസ്, ബോണ്ടേജ് ആണ് നമ്മുടെ പ്രശ്നം. ആ ബോണ്ടേജിൽ നിന്ന് മാറിയിട്ട് കംപ്ലീറ്റ് ഫ്രീ ആവും. ലോകത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഫ്രീഡമാണ്. നമുക്കുണ്ട്, പക്ഷെ അത് വിനിയോഗിക്കാൻ നമുക്കറിയില്ല. അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഉള്ളിൽ തീയുണ്ട്, പക്ഷെ കവർ ചെയ്തിരിക്കുകയാണ്. ആ കവർ ചെയ്തതിന് പകരം അത് കത്താൻ സമ്മതിച്ചാൽ ധൂമാവതിയായിട്ട് മാറില്ല, നമ്മൾ ദുർഗയായിട്ട് മാറും. ധൂമാവതി എന്ന് പറഞ്ഞാൽ പുകയാണ്, ദുർഗ എന്ന് പറഞ്ഞാൽ പവറാണ്. താരാദേവി എന്ന് പറഞ്ഞാൽ അന്ന് പഴം കൊടുത്തില്ലേ, ആ പഴം കൊടുത്തപ്പോഴാണ് രശ്മി ചോദിച്ചത് എന്തിനാ പഴം കൊടുത്തത്. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് താരക്കൂട്, അങ്ങനെയാണ് ആ സബ്ജക്റ്റ് വന്നത്. അപ്പോൾ ഒരു പടത്തിൽ നിന്ന് നോക്കിയിട്ട് പഠിക്കുന്നതാണ്. എന്നിട്ട് അവസാനം നമ്മളെത്തുക എന്താണ്, ബ്രഹ്മ സ്മൃതിയിലേക്ക് എത്തും. അപ്പം സ്മൃതി ഭ്രംശമുണ്ടാവില്ല, ബുദ്ധിനാശം ഉണ്ടാവില്ല. അതിന് ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കൽ. ചെറിയ പ്രശ്നങ്ങളൊക്കെ കാലിലൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല. ഞാൻ അതിനാ ഉദാഹരണം പറഞ്ഞത്. ഒരു കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും മറ്റേ കണ്ണുണ്ടെന്ന് പറഞ്ഞില്ലേ. ഫിസിക്കൽ കുഴപ്പമില്ല. എവിടെയാണ് ഫിസിക്കൽ കുഴപ്പമായിട്ട് കാണാം? മനസ്സ് ക്ലീൻ അല്ലാത്തപ്പോഴാണ്. മനസ്സ് ക്ലീൻ ആണെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല. വയ്യാണ്ടെന്നെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓൾ റൈറ്റ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓൾ റൈറ്റ്, ഓൾ ഈസ് വെൽ. അപ്പം ഇങ്ങനെയും സമാധി സ്പർശം പറയാമെന്നല്ല. സാത്വികതയുടെ മനോഭാവം എന്ന് പറയുന്ന രാമൻ തന്നെയാണ്. ലക്ഷ്മണൻ കുറച്ചൊക്കെ അടുത്തെത്തുന്നു. സീത അത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പലപ്പോഴും അല്ലേ, ലക്ഷ്മണനെ സംശയിക്കുന്നുണ്ട്. ഓരോ സംഭവങ്ങളും എടുത്തു പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലരും കുറ്റപ്പെടുത്താണ്ട് രാമനെ, അത് ചെയ്തു. ഇപ്പം രാമൻ എല്ലാവരും കുറ്റപ്പെടുത്തുന്നതാണ്. ബാലി സുഗ്രീവ അല്ലേ, എന്തിനാ നിഗ്രഹിച്ചത്, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതും ഒളിയം പെയ്തിട്ടല്ലേ കൊന്നത്. ഒളിയം പെയ്തിട്ടാ കൊന്നത്. എന്താ കാരണം? യുദ്ധത്തിൽ മാത്രമേ നേരെ കൊല്ലാൻ പാടുള്ളൂ. മനസ്സിലായോ? പിന്നെ രാജാവ് കൽപ്പന കൊടുക്കുക വേണ്ടത്. രാമൻ രാജാവും കൂടിയാണ്. കൽപ്പന കൊടുത്തിട്ട് വേറെ ആരെങ്കിലും ആ നിഗ്രഹിക്കേണ്ടത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയാലേ മോക്ഷം കിട്ടുള്ളൂ. കഥയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, രണ്ടാളോടും സംസാരിച്ച് രണ്ടുപേരുടെയും കുറ്റം മനസ്സിലാക്കി കൊടുത്തിട്ടാണ് അവരുടെ മക്കളെ ഏൽപ്പിച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടൊക്കെയാണ്. അങ്ങനെയൊക്കെ ചെയ്ത് ഒരു രാജാവ് എന്നുള്ളത് അതിൽ ചെയ്യാനുള്ള ഡ്യൂട്ടിയാണ് ചെയ്തത് അല്ലേ. പോലീസുകാർ, വേറെ ആരും പോലീസില്ലെങ്കിൽ ഏത് പരിധിയിൽപ്പെട്ടാലും ചിലപ്പോൾ അവിടെ ഇടപെടേണ്ടി വരും. എല്ലാം അങ്ങനെയാണ്. ഓരോ സംഭവത്തിനും അല്ലാതെ അച്ഛൻ, അതാ ഞാൻ പറഞ്ഞത്, മകൻ എന്നുള്ള അല്ല, ഭർത്താവ് എന്നുള്ളത്. അതും പിന്നെ ഗീതയിൽ 10-ാം അധ്യായം ഞാൻ ഇപ്പം പറഞ്ഞിട്ടില്ല, ഇനി പറയാൻ പോകുന്ന ഇതിൽ വാസുകിയുടെ കഥയെ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ ജനകനെ, ഞാൻ ത്രേതായുഗ കാലത്ത് ജനകൻ എന്ന് പറയുന്ന രാജാവിൽ ജനകനാണ് ഞാൻ എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പോൾ സീതയുടെ അച്ഛനാണ് ആരുടെ റോൾ മോഡൽ? കൃഷ്ണൻ്റെ റോൾ മോഡൽ. ആലോചിച്ച് നോക്കുക. ശ്രീകൃഷ്ണൻ്റെ റോൾ മോഡൽ രാമനാന്നല്ല പറഞ്ഞിരിക്കണേ. കാരണം കർമ്മത്തിലാണ് പ്രാധാന്യം ഇവിടെ, അവിടെ ധർമ്മത്തിലാണ്. ഇപ്പോൾ കർമ്മത്തിൻ്റെ കാര്യം പറയുന്ന സമയത്ത് രാമനല്ല. അപ്പോൾ ആ കർമ്മത്തിൽ ഞാൻ റോൾ മോഡൽ പഴയ ജന്മത്തിൽ രാമനാന്നല്ല പറഞ്ഞത്, ഞാൻ ജനകനാണെന്ന്. കാരണം ജനക മഹാരാജാവാണ് ഏറ്റവും നല്ല മഹാരാജാവായിട്ട് അംഗീകരിക്കുക പഴയ ജന്മത്തിൽ. നമ്മൾ പഴയ കഥ പറയല്ലോ. അപ്പോൾ എൻ്റെ ഒരു പട്ടാമ്പി ഭാഗത്തുള്ളൊരു മുസ്ലിം പയ്യനുണ്ട്. ആണ് ഞാൻ ഒരു ജനം ടി വിയുടെ ഒരു എപ്പിസോഡിൽ അവൻ വന്നിട്ടുണ്ട്. അവൻ 7-ാം ക്ലാസ്സുകാരനാണ്. ഇവരൊക്കെ എന്നെ പഠിപ്പിക്കണത് ശരിക്കും. 7-ാം ക്ലാസ്സുകാരനായ മുസ്ലിം പയ്യനാണ് രാമായണം എന്നെ പഠിപ്പിക്കണത്. എന്താ കാര്യം? നല്ല ചോദ്യം ചോദിക്കും. അവൻ അടുത്ത കാലത്ത് ചോദിച്ച ചോദ്യമാണ്, രാമൻ എത്രാമത്തെ, അങ്ങനെ അവൻ നല്ല രസമായിട്ടാണ് ചോദിക്കുക, ഞാൻ കേൾപ്പിക്കാം. മാഷേ രാമൻ എത്രാമത്തെ സൂര്യരാജാവാ? 9 കേൾക്കുന്നുണ്ട്, 46 കേൾക്കുന്നുണ്ട്. ഗൂഗിളെല്ലാം തപ്പി നോക്കി ആകെ കൺഫ്യൂസ്ഡാ. മാഷ ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ?
നിങ്ങൾക്ക് ഇതുവരെ സംശയം തോന്നിയിരുന്നു അങ്ങനെ? ആ, ഞാൻ അവന് ഉത്തരം പറഞ്ഞാൽ എങ്ങനെയാണെന്ന് കേൾക്കണം. അവൻ്റെ ഭാഷയിൽ ഉത്തരം പറയണ്ടേ? ഇന്ത്യയിൽ എത്ര പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട്? മോദി എത്രാമത്തെ പ്രധാനമന്ത്രിയാണ്? പ്രൈംസ് ഇൻ ലൈൻ, ഡോക്ടർ TPS. എല്ലാ പ്രൈം മിനിസ്റ്ററുടെയും പേര് വെച്ചൊരു കവിത എഴുതി. ഓക്കെ, അല്ല, മോദി 3ാമത്തെ പ്രധാനമന്ത്രിയാണ്. മോദി 3ാമത്തെ പ്രധാനമന്ത്രി. ബാക്കിയുള്ളവരൊന്നും ആരും അറിയില്ല. നെഹ്റു, ഇന്ദിരാഗാന്ധി, മോദി. ആ, കുറേ രാമന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ മനസ്സിലായോ? ഈ ഗൂഗിളിന് ഇത് കൃത്യമായിട്ട് അറിയില്ല. ആ, ഇപ്പം എനിക്ക് മനസ്സിലായി മാഷേ. ഓക്കെ, പിന്നെ അടുത്ത കാലത്ത് ഞാൻ ജനം TV പറഞ്ഞു വെച്ചപ്പോൾ അവിടുന്ന് വിളിച്ചു. ഞാൻ റെക്കമെൻഡ് ചെയ്താൽ അവർക്ക് കൺവിൻസ്ഡ് ആവണമല്ലോ. അവർ കുറേ ചോദ്യം ചോദിച്ചു. അപ്പോൾ അവൻ എനിക്ക് മെസ്സേജ് അയച്ചു, മാഷേ ജനം TVക്കാർ വിളിച്ചിട്ടാ മാഷ് പറഞ്ഞിട്ട് കുറേ ചോദ്യം ചോദിച്ചിട്ട് എല്ലാവരും ഞാൻ ഉത്തരം പറഞ്ഞു. ഒന്ന് മാത്രം കിട്ടിയിട്ടില്ല. ഒറ്റ ശ്ലോകത്തിൽ തീർക്കാന്ന് പറഞ്ഞല്ല രാമായണം. അതേതാ? ഏതാ? അതേതാ? പൂർവം ഡോക്ടർ TPS രാമായണം ഇംഗ്ലീഷ്. രാമാലക്ഷ്മണ സുഗ്രീവൻ ഹനുമാൻ gathered a great army of monkeys. Then they went to the city of Lanka, wherein Sita suffered agony. എല്ലാം പറഞ്ഞ അവസാനം കിൽഡ് രാവണ ഏതത് രാമായണം. അപ്പം അവർക്കറിയുന്ന ഭാഷയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴേ എന്താവുള്ളൂ, അവർ ആക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണേ. വേറെ മാഷന്മാരില്ലാത്തതുകൊണ്ടല്ല, നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാം. പട്ടാമ്പിയെന്ന് എനിക്കറിയാം. എൻ്റെ ഉമ്മയും ഉപ്പയും വിളിക്കൊടുക്ക്. ആദ്യം ഉമ്മയെ വിളിച്ചു തുടങ്ങിയത്. എൻ്റെ മോന് ഇതെല്ലാം അറിയണമെന്നുണ്ട് മാഷെ, സംസ്കൃതം ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്, അത് പോരാ, അവൻ എന്നും പഠിക്കണം. എന്നിട്ട് അതിനിടയിൽ ആ EMG എന്ന് പറയുന്ന ഒരു പ്രൊഫസർ യോഗ പഠിപ്പിക്കുന്ന ആളെ ഇൻ്റർവ്യൂ ചെയ്യണം ഈ പയ്യനെ. അവിടെ ഒരു സെറ്റിംഗ് ഉണ്ട്. ഞാൻ ഹൈദരാബാദിലാണ്. അവിടെ അവനെ വെച്ച് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡ്യൂസർ സനൽ എന്നെ വിളിച്ചു പറഞ്ഞു, ഇവൻ ആള് പഹയനാട്ടാ. ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചോ, അവിടെ വല്ല കുഴപ്പമുണ്ടാക്കിയോ? ഇല്ല മാഷേ ഒന്ന് രാമായണം ചുരുക്കി പറയോ? അങ്ങോട്ട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടോ? അപ്പോൾ ഇയാളിങ്ങനെ വിസ്തരിക്കാൻ തുടങ്ങി. അല്ല മാഷേ, ഞാൻ ചുരുക്കി പറയാനാ പറഞ്ഞേ. മനസ്സിലാവുണ്ടോ? അവൻ അങ്ങനെ ചോദിക്കുന്ന ഒരുത്തനാണ്. അപ്പോൾ അവസാനം ചോദിക്കണം, നിനക്ക് എന്താവാനാ മോഹൻ? ഒരു സംസ്കൃതം പ്രൊഫസറാണെന്ന്. നമ്മുടെ നാട്ടിലൊരു ഷർഫുണ്ട്, സോപാന സംഗീതം എത്ര ബെസ്റ്റായിട്ടാണ് പാടാൻ അറിയും, നന്നായിട്ട് പാടും. എത്രയോ പേരുണ്ടെന്നറിയോ. യൂസഫ് അലി കേച്ചേരി പോരെ, ഗുരുവായൂർക്കാരനാണ്, നിങ്ങളുടെ നാട്ടുകാരനാണ്. കേച്ചേരിയാണ്. ഇവിടുന്ന് തൃശ്ശൂരേക്ക് പോകുന്ന വഴിയല്ലേ കേച്ചേരി, റൈറ്റ് സൈഡിൽ. ഇപ്പം പൂട്ടിക്കിടക്കുന്ന വീടാ. ഞാൻ പോകുമ്പോഴൊക്കെ കാണുമ്പോൾ സാധാപം തോന്നും. ഒരു കാലത്തെ മഹാകവിയായിരുന്ന വ്യക്തിയാണ് യൂസഫ് അലി കേച്ചേരി. കേച്ചേരിയാണ്. ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർ പോകുന്ന വഴി റൈറ്റ് സൈഡിൽ വഴഞ്ചേരിക്ക് തൊട്ട് പോകും. ഞാനീ നാട്ടുകാരനല്ല, പക്ഷെ ഈ സ്ഥലമൊക്കെ അറിയായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കവിതയിലൊക്കെ കൃഷ്ണൻ്റെ പിന്നാലെ ഗോപികമാരോടൊന്ന് തൊട്ട് കണ്ണെഴുതാനായിട്ടാണ്. അസലായിട്ട് ചൊല്ലും. എൻ്റെ ഒരു കൊട്ടാരത്തിൽ നരേന്ദ്രൻ, ഡോക്ടർ TPS ഇത് ചൊല്ലുന്ന കേൾക്കാം. ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ബ്രഹ്മരാഗൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു. തൊട്ട് കണ്ണെഴുതാനായിട്ടാണ് കൃഷ്ണൻ്റെ പിന്നാലെ ഗോപികമാർ പോകുന്നത്. അത്രയും കറുപ്പാണ്, മഷി പോലെ. എന്തെല്ല കവിതകളാണ്. കണ്ണിൽ രാധാകൃഷ്ണനെ കാണാത്തപ്പോൾ കണ്ണിൽ ഇങ്ങനെ വെള്ളം വരുമല്ലോ, എന്നിട്ട് ഇങ്ങനെ തപ്പി നോക്കല്ല അങ്ങോട്ട് ഇങ്ങോട്ട്. കൃഷ്ണൻ രാധയുടെ കണ്ണിൽ കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഇവൾ കരയണത്. മറിഞ്ഞ് കളിക്കുക. എന്നിട്ട് പറയാ, തൻ്റെ ആദ്യാവതാരം കണ്ടു ഞാൻ. ആരില്? കണ്ടില്ല. ശരി, നിർത്താം.